ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സിന്റെ പേര് നിങ്ങൾക്കറിയാം, നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടതാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ വെക്റ്റർ ഓൾജിബ്രയും അതോടൊപ്പം തന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. കേൾക്കുന്നില്ല? ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ യെസ് ഓഡിയോ ഓക്കെ. എന്താണ് അവസ്ഥ? ഓക്കെ അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. മ്യൂട്ടാന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇവിടെ ഓക്കെ ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഒന്ന് നോക്കി നോക്കാം. ഏതായാലും റെഡി ആകുമ്പോൾ ഒന്ന് പറ കേട്ടോ. യെസ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. യെസ്, ഇപ്പം നോമ്പുകളൊക്കെ നോറ്റ് ക്ലാസ്സുകൾ കാണുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ഓക്കെയാണ്. ഓക്കെ സിമ്പിൾ മോഡൽ, ആവറേജ് ലെവൽ, അതേപോലെ തന്നെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈവാണ്. അതുകൊണ്ട് നിങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചൊരു അധികം നല്ല ചോദ്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ വീഡിയോകൾ മുഴുവൻ ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് അടക്കുകയാണ്. ചോദ്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ റെഡിയാണെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾക്ക് ഈ ലൈവിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നോക്കുന്ന സമയത്ത് ഇന്നലെ ഇൻ്റഗ്രൽസിൻ്റെ ഒക്കെ ഇക്വേഷൻസ് തരുന്ന സമയത്ത് അതിനൊരുപാട് ഷെയർ പോയത് കണ്ടു. എനിക്കൊന്ന് മിക്കവാറും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, വേറെ ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാക്സിമം ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് സാർ കട്ടാവുന്ന ഓക്കെ നോക്കാം കേട്ടോ. അത് സെറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ അയച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സ്മൈൽ ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിലേക്ക് തന്നെ ഇട്ട ആൾക്കാരും കുറേ ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് വേഗം ഒന്ന് അയച്ചു കൊടുത്തേ. വേഗം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. മൈക്കൊന്ന് ചെക്ക് ചെയ്യട്ടെ. മൈക്കൊക്കെ റെഡി ആയിട്ട് ക്ലാസ് എടുത്താൽ മതി അല്ലേ? സെറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ അയച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒരു എന്തെങ്കിലും സ്മൈൽ ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിലേക്ക് തന്നെ ഇട്ട ആൾക്കാരും കുറേ ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് വേഗം ഒന്ന് അയച്ചു കൊടുത്തേ. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇമ്പ്രൂവ്മെൻ്റ് ഇറക്കം ഉണ്ടാവും, എല്ലാ ടൈപ്പും ഉണ്ടാവും അല്ലേ? സാർ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഞാൻ കേട്ടിടത്തോളം എനിക്ക് കുഴപ്പമില്ല. ഇനി നോക്കാം നമുക്ക്, ഇനി ഇടയ്ക്ക് കട്ടാണ്ടെങ്കിൽ പറയാം. സോ ഏറ്റവും ആദ്യം ഞാൻ ചോദ്യത്തിലേക്ക് അടക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 പോയിന്റുകൾ തന്നുകൊണ്ട്, ഇത് നമുക്കറിയാം 3 ഡയമെൻഷണൽ ജോമെട്രിയിലുള്ള അഥവാ നമ്മൾ 3D വരയ്ക്കുന്ന സമയത്തുള്ള 2 കോർഡിനേറ്റുകളാണ്. 2 കോർഡിനേറ്റുകൾ തന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന വെക്റ്റർ എഴുതുക എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ എ ബി എന്ന് പറയുന്ന വെക്റ്ററാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചോളൂ, എ ബി എന്ന് പറയുന്ന വെക്റ്ററാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിയിൽ നിന്ന് എ കുറയ്ക്കുന്നു. 4 1 കുറച്ചാൽ എത്രയാണ്? 3 ആണ്. സോ 3i. അടുത്തത് 3 3 കുറച്ചാൽ എത്രയാണ്? 0 ആണ്. 0j പ്ലസ് 2 5 കുറച്ചാൽ എത്രയാണ്? -3 ആണ്. -3k. ഇതാണ് സിമ്പിളായിട്ട് 2 പോയിന്റ് ഫോം ഓഫ് എ വെക്റ്റർ. 2 പോയിന്റ് തന്നിട്ട് എങ്ങനെയാണ് വെക്റ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് സിമ്പിളായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നൊരു കുഞ്ഞു ഫയർ ഇമോജി ഇട്ടേ മക്കളെ. ഇത് ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇമോജി ഇട്ടേ, ഒരു കുഞ്ഞു ഫയർ ഇമോജി. 3i - 3k. ഓക്കെ, 3i - 3k. 0j എന്നുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. നേരത്തെ തന്നതും നിങ്ങളുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്കിലും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കാം മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. യെസ്. കൺസിഡർ ദി പോയിന്റ്സ് എ ബി ആൻഡ് സി. 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റുകൾ തന്നുകൊണ്ട് നിങ്ങളുടെ ആദ്യം 2 മാർക്കിന്റെ ചോദ്യം എ ബി എന്ത്, ബി സി എന്ത് എന്നാണ്. സോ നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാം. എ ബി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? b - a, 2 - 1 ദാറ്റ് ഈസ് i, 6 - 2 ദാറ്റ് ഈസ് 4j ആൻഡ് 3 - 7 -4k ആണ്. ഇതാണ് എ ബി എന്ന് പറയുന്ന വെക്ടർ. മക്കളെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി എന്തെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ, അതായത് ഈ എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ നീളം എത്ര, ലെങ്ത് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഓൾസോ 4 സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 4 സ്ക്വയറും 4 സ്ക്വയറും എത്രയാണ്? 32 ആണ്. 32 + 1 33. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന ആൻസർ √33 എന്ന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? സോ ഞാൻ നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്. ഇതേ ടോപ്പിക്കിൽ നിന്ന് വന്ന ബി സി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ബി സി
നിങ്ങളൊന്ന് കണ്ടുപിടിച്ച വേഗം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ. മാക്സിമം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ആൻസർ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ബി സി എന്ന് പറഞ്ഞ വെക്ടർ, ബി സി എന്ന് പറഞ്ഞ വെക്ടർ എന്താണ്? സി മൈനസ് ബി ആണ്. സി മൈനസ് ബി, സി മൈനസ് ബി. സോ 3 - 2, 3 - 2 എന്നാൽ 1, 10 - 6 4, -1 - 3, -1 - 3, -1 - 3 എന്നാൽ -4. ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, എ സി ബി സി എന്ന് പറഞ്ഞ വെക്ടർ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പറയാൻ പോവാണ്. ഞാനൊരു വെക്ടർ എഴുതി. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് ഒരു പൊസിഷൻ വെക്ടർ എഴുതാൻ പറഞ്ഞാൽ, നമ്മളിപ്പോൾ എഴുതിയത് എ ബി എന്ന് പറയുന്ന വെക്ടറാണ്. നമ്മളിപ്പോൾ എഴുതിയത് ഇപ്പോൾ 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന വെക്ടറിനെയാണ് നമ്മൾ എ ബി വെക്ടർ എന്ന് വിളിക്കാം. തിരിച്ചിട്ടാണെങ്കിൽ ബി എ വെക്ടർ എന്ന് വിളിക്കും. ഇനി ഇതേ ചോദ്യം തന്നെ നിങ്ങൾ ചോദിക്കും, എ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഏത് എന്ന് ചോദിക്കും. എ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഏതാണ്? പൊസിഷൻ വെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വെക്ടറാണ് കണ്ടുപിടിക്കുക, എ വെക്ടർ. അതായത് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? 1 2 7 ആണ്. സോ എ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താം? 1 2 7 എന്ന് പറഞ്ഞാൽ 1i, ദാറ്റ് ഈസ് i, പ്ലസ് 2j പ്ലസ് 7k. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന പോയിന്റാണ് 0 0 0. അപ്പോൾ 1 - 0 1, 2 - 0 2, 7 - 0 7. ഇത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എന്ന് പറഞ്ഞ വെക്ടർ കണ്ടുപിടിക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ബിൻ്റെ വെക്ടർ കണ്ടുപിടിക്കാം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഈ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ് 1 2 7 എന്ന് പറയുന്നത്. 1 2 7 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്. എങ്കിൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ബി എന്തായിരിക്കും? ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്താണ്? എ ബി എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്നാൽ 1 4 -4 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച്, ഓക്കെ ആണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച്. സ്പീഡ് ഇല്ലാന്ന് വിചാരിക്കുന്നു, മാക്സിമം സ്ലോയിലൊക്കെയാണ് പറയുന്നത്. എടാ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ, എല്ലാവരോടും വരാൻ പറയാം. അത്യാവശ്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടഫായിട്ടുള്ള ചാപ്റ്ററാണ്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടഫായിട്ടുള്ള ചാപ്റ്റർ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. ഇതേപോലെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ബി സി എന്താണ് വരിക? ബി സി എന്ന് പറഞ്ഞാൽ 1 4 -4. എ ബി എന്താണ്? 1 4 -4 ആണ്. ബി സി ഇതേപോലെ കിട്ടിയത് എന്താണ്? 1 4 -4 തന്നെയാണ്. രണ്ടും സെയിം ആണ് അല്ലേ? എ ബിയും ബി സിയും നമുക്ക് കിട്ടിയത് i + 4j - 4k, i + 4j - 4k. 3 - 1 10 - 6 4 -1 -3. ഓക്കെ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ചോദിച്ചത് പ്രൂവ് ദാറ്റ് എ ബി സി ആർ കൊളീനിയർ എന്നാണ് പറഞ്ഞത്. മക്കളെ, രണ്ട് വെക്ടറുകൾ പരസ്പരം കൊളീനിയർ ആവണമെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ വേറൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ പറയാണ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഒരു വെക്ടറാണെന്ന് വിചാരിച്ചു, ഇമാജിൻ ചെയ്തോ. എ എന്ന് പറഞ്ഞ പോയിന്റ് ഒരു വെക്ടറാണ്. എ എന്ന് പറഞ്ഞത് ഒരു വെക്ടറാണ്. ബി എന്ന് പറഞ്ഞാൽ വേറൊരു വെക്ടറാണ്. എ എന്ന് പറഞ്ഞ വെക്ടർ ഏതാണ്? i + 2j + 7k. ബി എന്ന് പറഞ്ഞ വെക്ടർ ഏതാണ്? 2i + 6j + 3k. മക്കളെ, ഈ രണ്ട് വെക്ടറുകൾ പരസ്പരം പാരലൽ ആണോ അല്ലെങ്കിൽ കൊളീനിയർ ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി അറിയണോ? 1/2. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 1ഉം ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2ഉം ഈക്വൽ ടു, ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 2ഉം ഇത് 6ഉം ഈക്വൽ ടു ഇതിൻ്റെ 7/3. ഇത് ഈക്വൽ ടു ആണോ? എല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈക്വൽ ആണോ? അല്ല, ഇത് പരസ്പരം ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? പാരലൽ അല്ല. എയും ബിയും എന്തല്ല? പാരലൽ അല്ല. എ വെക്ടറും ബി വെക്ടറും എന്തല്ല? പരസ്പരം പാരലൽ അല്ല. അല്ലെങ്കിൽ കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ വരയിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. ഒരേ വരയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? പാരലലിസം ചെക്ക് ചെയ്താൽ മതി. ഒരേ വരയിലാണെന്ന് പറയുന്നതും പാരലൽ സെയിം ആണ് കൊളീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന എ ബിയും ബി സിയും കൊളീനിയർ ആണോ? ഡയറക്ഷൻ റേഷ്യോ ഓഫ് എന്താ പറയുക? 1/1 = 4/4 = -4/-4. എല്ലാം ഈക്വൽ ആണ്. ഈക്വൽ ടു സം ലാംഡ, അതായത് ഈക്വൽ ടു ഒരു സാധനം. സോ ഇതെന്താണെന്ന് പറയാൻ പറ്റും? യെസ്, ദെൻ ഇറ്റ് ഈസ് കൊളീനിയർ. അപ്പോൾ കൊളീനിയർ ആണോ ചെക്ക് ചെയ്യാൻ A1/A2 B1/B2 C1/C2 ചെയ്താലും മതി. ഇനി അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് അടുത്ത വെക്റ്റർ. ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കിയാൽ മതി. എ ബിയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണോ ബി സി വരുന്നത് നോക്കിയാൽ മതി. സോ ഇത് റെഡി ആണെങ്കിൽ നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. റെഡി ആണെങ്കിൽ നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ഒപ്പം എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം ന്യൂസ് പ്രിൻറ്റുകളിലൊക്കെ എഴുതി പഠിക്കുക. തെറ്റുകൾ വരുന്ന സമയത്ത് അതെന്താണ് തിരുത്തുക. ഞാൻ എഴുതി പോകുന്നതിനല്ല നിങ്ങൾ പ്രസക്തി കൊടുക്കേണ്ടത്, ആ കാണുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിനാണ്. യെസ് സർ, A = λb. യെസ്, അതാ കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ.
ഈ കിട്ടിയ ലാംഡ എന്ന് പറഞ്ഞത് സെയിം ആണെങ്കിൽ അത് A = ലാംഡ ബി ആണ്. A = ലാംഡ ബി ആണ് ശരിക്കും കൊളിനിയാരിറ്റിയുടെ ഐഡിയ. ആ സെയിം ഐഡിയ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്, A/B. അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഇനി ഡയറക്ഷൻ കൊസൈനിലേക്കാണ് കടക്കാൻ പോകുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇത് നിങ്ങൾക്ക് 3Dയിലും കൂടി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. 3 ഡയമെൻഷൻ ജോമെട്രി ഇതേ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ കൊസൈൻ വരാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ശ്രദ്ധിച്ചോളൂ, എങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കൊസൈന് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഐഡിയ എത്ര ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പൊസിഷൻ വെക്ടർ വരച്ചു, നേരത്തെ വരച്ച പോലെ ഒരു A എന്ന് പറഞ്ഞ വെക്ടർ. അപ്പോൾ ഇതാണ് A വെക്ടർ എന്ന് വിചാരിച്ചോ. ദാറ്റ് ഈസ് 3 - 2 5. ഏകദേശം എവിടേക്കും ആവട്ടെ, ഏത് ഡയറക്ഷനിലൊക്കെ ആവട്ടെ, 3 - 2 5. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന വെക്ടർ. ഈ കാണുന്നത് ഇത് X ആക്സിസ് ആണ്, X ആക്സിസ്. ഇത് Y ആക്സിസ് ആണ്, ഇത് Z ആക്സിസ് ആണ്. ഈ കാണുന്ന ആംഗിൾ X ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ആൽഫ എന്നും Y ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ബീറ്റ എന്നും Z ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഗാമ എന്ന് വിളിക്കുന്നു. X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ആൽഫ എന്നും Y ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ബീറ്റ എന്നും Z ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഗാമ എന്ന് വിളിക്കുന്നു. ആരൊന്ന് ഡയറക്ഷൻ റേഷ്യോ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ എത്ര ഉള്ളൂടാ, ആ തന്നിരിക്കുന്ന പോയിന്റ് അങ്ങ് എഴുതിയാൽ മതി. 3 - 2 5. ഇതാണ് ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആംഗിൾ തന്നിട്ട് ചിലപ്പോൾ ചോദ്യം ചോദിക്കും. X ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി, Y ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 135 ഡിഗ്രി, Z ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇതുപോലെ ആംഗിളുമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഡയറക്ഷൻ കൊസൈൻ കാണാൻ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇനി ഇതുപോലെ വെക്റ്റർ തന്നിട്ടാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കോസ് ആൽഫൻ്റെ ഇക്വേഷൻ A/√A² + B² + B². അതായത് A/magnitude of A, B/magnitude of A, C/magnitude of A. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഈ കാണുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. A/magnitude of A എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A? അതിൻ്റെ നീളം √A² + B² + C². ഐഡിയ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച്. ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കോസ് ആൽഫ, cos² ആൽഫ പ്ലസ് cos² ബീറ്റ പ്ലസ് cos² ഗാമ = 1 ആയിരിക്കും കേട്ടോ. =1. അഥവാ ഈ കോസ് ആൽഫനെ L എന്നും കോസ് ബീറ്റനെ M എന്നും കോസ് ഗാമനെ N എന്നും വിളിക്കാറുണ്ട്. സോ L² + M² + N² = 1. ഇതൊക്കെ സെയിം, സംഭവമൊക്കെ സെയിം തന്നെ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് A കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A? ദാറ്റ് ഈസ് √3² + -2ൻ്റെ സ്ക്വയർ 2² + 5ൻ്റെ സ്ക്വയർ 5². ദാറ്റ് = 25 9 34 38. √38 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞേ. ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ A/, ദാറ്റ് ഈസ് 3/magnitude of A, B/magnitude of A ആൻഡ് C/magnitude of A. ഇതാണ് ഇതിൻ്റെ ഐഡിയ. സെറ്റ് ആണെങ്കിൽ സെറ്റ് മസ. ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണെങ്കിൽ സെറ്റ് മസ. ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട്, ഈ സെയിം ഐഡിയയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇതേ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഓഫ് ദി 3i - 2j + 3k. എന്താണ് യൂണിറ്റ് വെക്റ്റർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു വെക്റ്റർ എഴുതി. ആ വെക്റ്റർ അതിൻ്റെ നീളം 10 യൂണിറ്റ് ആയി വിചാരിച്ചോ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √38 ആണ്. ആ √38 പകരം അത് 1 യൂണിറ്റ് ആയിട്ട് മാറുക. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A = 1. അതായത് ഈ കാണുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ √38 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഒരു കഷ്ണത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1. അതിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് 10 ആണ് ഇതിൻ്റെ നീളമെങ്കിൽ ആ 10 കഷ്ണമാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വെക്റ്റർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന യൂണിറ്റ് വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ നമ്മൾ സെയിം മെത്തേഡാണ് യൂസ് ചെയ്തത്. നോട്ട് ചെയ്തോളൂ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. A cap = വെക്റ്റർ A / magnitude of A. A cap എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. വെക്റ്റർ A / magnitude of A. അപ്പോൾ വെക്റ്റർ A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3i - 2j + 5k. ഇതാണ് വെക്റ്റർ A. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് A നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. √38/√38/√38. അഥവാ ഡയറക്ഷൻ കൊസൈൻ്റെ ഉത്തരം എന്താണോ അതിൻ്റെ കൂടെ ഐയും പ്ലസ് -2jയും പ്ലസ് 5kയും ചെയ്താൽ എന്തായി? ഡയറക്ഷൻ അതിൻ്റെ യൂണിറ്റ് വെക്റ്ററായി. അപ്പം ഡയറക്ഷൻ കൊസൈനും
ഡയറക്ഷൻ ഇത് എന്താ പറയുക യൂണിറ്റ് വെക്ടറും തമ്മിൽ അഗാധമായ റിലേഷൻ ഉണ്ട്. ഐഡിയ കത്തെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഐഡിയ കത്തെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഡയറക്ഷൻ കൊസൈൻ്റെ കൂടെ IJK എന്ന് പറഞ്ഞ കമ്പണൻസ് കൊടുത്താൽ എന്തായി? അത് യൂണിറ്റ് വെക്ടറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഈ കാണുന്ന cos സ്ക്വയർ ആൽഫ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? മുകളിൽ 9 4 13 25 38 കിട്ടും. അടിയിൽ √13 സ്ക്വയർ 38. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് 1. അത് യൂണിറ്റ് വെക്ടറിൻ്റെ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയത്. ആ സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതും ക്ലിയർ ആണെങ്കിൽ പെർഫെക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ പെർഫെക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്ന രീതിയിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ കാണിച്ചു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ ദി വെക്ടേഴ്സ് ഓഫ്, മക്കളെ ശ്രദ്ധിച്ചോളൂ, എന്താ ചോദ്യം? ഫൈൻഡ് ഓൾ ദി വെക്ടേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 3√3. ഈ 3√3 വരെ ചിലപ്പോൾ 8 എന്നായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 9 എന്നായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ 6 എന്നായിരിക്കും ഉണ്ടാവുക. മാഗ്നിറ്റ്യൂഡ് 3√3 വിച്ച് ആർ കൊളീനിയർ ടു വെക്ടർ I + J + K. അത് I + J + K എന്ന് പറഞ്ഞൊരു വെക്ടർ. ഫോർ എക്സാമ്പിൾ ഏതാ പോയി വരയ്ക്കുക? ഇതൊരു വെക്ടറാണെന്ന് വിചാരിച്ചു. I + J + K. ഇമാജിൻ ചെയ്തോ, I + J + K. ഈ കാണുന്ന വെക്ടറിന് കൊളീനിയർ ആയിട്ടുള്ള ഒരു വെക്ടർ പറയാൻ പറ്റുമോ? ഈ കാണുന്ന വെക്ടറിന് കൊളീനിയർ ആയിട്ടുള്ള ഒരു വെക്ടർ പറയാൻ പറ്റുമോ? ഈ കാണുന്ന വെക്ടർ കൊളീനിയർ ആയിട്ടുള്ള വെക്ടർ ഏതാടാ? ഈ കാണുന്ന വെക്ടറിന് കൊളീനിയർ പറഞ്ഞാൽ അതേ ലൈനിൽ തന്നെ ഉള്ളത്. കളർ ചേഞ്ച് പറ്റില്ലല്ലോടാ. ഒന്ന് നമുക്ക് പറയാം, ഈ കാണുന്ന വെക്ടർ കൊളീനിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ ഇതിന് കൊളീനിയർ ആയിരിക്കും. ഈ കാണുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ഇതിന് കൊളീനിയർ ആയിരിക്കും അല്ലേ? യെസ് ഓർ നോ? യൂണിറ്റ് വെക്ടർ അതേ വെക്ടറിലുള്ള അതിന്റെ ഒരു യൂണിറ്റ് നീളമുള്ളത് കൊളീനിയർ ആയിരിക്കും. ഇനി ഇതിന്റെ ഡബിൾ എടുത്താൽ, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൊളീനിയർ ആയിരിക്കും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൊളീനിയർ ആയിരിക്കും. അതിനെ നെഗറ്റീവ് എടുത്താൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്താൽ, +i -i +j -j +k -k, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്താലൊക്കെ എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ഓൾ ദി വെക്ടേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 3√3 വിച്ച് ആർ കൊളീനിയർ ടു വെക്ടർ I + J + K. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ് വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √1² + 1² + 1². ദാറ്റ് ഈസ് √3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3√3 കിട്ടേണ്ടതുണ്ട്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നു. എ ക്യാപ്. വാട്ട് ഈസ് എ ക്യാപ്? ദാറ്റ് ഈസ് I divided by √3 plus J divided by √3 plus K divided by √3. ഇത് ഞാൻ ചിത്രമായിട്ട് വരച്ചിട്ടാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെക്ടർ എന്ന് വിചാരിച്ചു, എ വെക്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി ഇതിനെ 3√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ കാണുന്ന യൂണിറ്റ് വെക്ടറിനെ ഞാൻ 3√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ സെയിം വെക്ടറിൻ്റെ 3√3 യൂണിറ്റ് ഉള്ള വെക്ടർ കിട്ടും അല്ലേ? സെയിം വെക്ടറിൻ്റെ 3√3 യൂണിറ്റ് ഉള്ള പുതിയൊരു വെക്ടർ കിട്ടും. അത് ഇതിന് കൊളീനിയർ അല്ലേ? വെക്ടർ എക്ക് കൊളീനിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ആദ്യം എ ക്യാപ് കണ്ടുപിടിക്കുക, അതിനെ 3√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3√3 എ ക്യാപ് ഈസ് ഈക്വൽ ടു 8 യൂണിറ്റ് ആണെങ്കിൽ 8 എ ക്യാപ്, 10 യൂണിറ്റ് ആണെങ്കിൽ 10 എ ക്യാപ് ഈസ് ഈക്വൽ ടു 3√3 ഇൻറ്റു I + J + K ഡിവൈഡഡ് ബൈ √3 അല്ലേ? K ഡിവൈഡ് ബൈ √3. സോ ഈ √3 വെട്ടാം. സോ എന്ത് കിട്ടുന്നു? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 3i + 3j + 3k ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെക്ടർ എയും ഇതിന് കൊളീനിയർ ആണ്, -aയും ഇതിന് കൊളീനിയർ ആണ്. അപ്പോൾ 3i + 3j + 3k എന്ന് പറഞ്ഞ വെക്ടർ എന്താണ്? 3√3 യൂണിറ്റ് ആണ്. ഇതന്നെ ഇതേ യൂണിറ്റ് ഉണ്ടാക്കി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്തുള്ള ലെങ്ത് ഉണ്ടാവുക ഇതേ ഐഡിയ തന്നെ ആയിരിക്കും. സ്ട്രോക്ക് കുറയ്ക്കാനല്ലേ? കുറയ്ക്കാം കേട്ടോ. സോ ഓർ -3i - 3j സെയിം -3i - 3j - 3k. ആ കാണുന്ന വെക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ,
സോ ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഈ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിലാകെ ചേഞ്ച് ഉണ്ടാവുക എന്തായിരിക്കും, നിങ്ങളുടെ ആ ലെങ്ത്ത് മാത്രമായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. ചോദ്യം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എന്താ ചോദ്യം? ഒരു വെക്റ്റർ തന്നിട്ട് അതേ വെക്റ്ററിൻ്റെ, അതായത് അതിന് കൊളീനിയർ ആയിട്ടുള്ള, അതിന് കൊളീനിയർ പറഞ്ഞാൽ ആ വെക്റ്ററിൻ്റെ മുകളിലൂടെ വരക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു പുതിയ വെക്റ്ററാണ് കാണാൻ പറഞ്ഞത്. ആ പുതിയ വെക്റ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്റ്റർ, അപ്പോൾ ഈ കാണുന്ന വെക്റ്ററിന്മേൽ തന്നെ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ ഉണ്ടാവുക. ഇനി ഈ കിട്ടിയ വെക്റ്ററിനെ നമ്മൾ തന്നിരിക്കുന്ന വലുപ്പം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3√3 കിട്ടും. ആ ആൻസറാണ് ആൻസർ. അതിനെ പ്ലസ് ഇടാം, വേണമെങ്കിൽ മൈനസ് ഇടാം. പ്ലസ് ഓർ മൈനസ് 3√3 രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 3√3 ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി ആണെങ്കിൽ നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ സേ നെക്സ്റ്റ്. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ കിടക്കുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിക്കുക. ടോപ്പിക് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോളൂ. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എ ആൻഡ് ബി. നിങ്ങൾക്കറിയാം, രണ്ട് വെക്റ്ററുകൾ തന്നുകൊണ്ട് ആ രണ്ട് വെക്റ്ററുകൾക്ക് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെക്റ്റർ എ, ഇത് വെക്റ്റർ ബി. രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ക്രോസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. എവിടെയാണ് ഡോട്ട് പ്രോഡക്റ്റ്, എവിടെയാണ് ക്രോസ് പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. മക്കളെ നോട്ട് ചെയ്ത് വെച്ച ഇക്വേഷൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് പല തരത്തിൽ ചോദ്യങ്ങൾ വരാം. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇതിനെയാണ് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് എന്നും കൂടി വിളിക്കുന്നത്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കേലാർ പ്രൊഡക്റ്റ്. അതായത് സ്കേലാർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിരിക്കും ഉത്തരം കിട്ടുന്നത്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ സ്കേലാർ പ്രൊഡക്റ്റ് ആണ്. കോസ് ആണ് സൈൻ ആണല്ലോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. രണ്ട് യൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. ചില ചോദ്യങ്ങൾ നമ്മൾ സൈൻ യൂസ് ചെയ്യാനുള്ള റീസൺ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഞാൻ ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ വരും, നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഞാൻ മുഴുവൻ ഐഡിയയും കിട്ടും. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ആദ്യം തന്നെ നിങ്ങൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല. ഐൻ്റെ കമ്പണൻറ്റും 1 × 3 പ്ലസ് ജെൻ്റെ കമ്പണൻറ്റും -2 × -2 4 -2 × -2 പ്ലസ് 3 × 1 അപ്പോൾ എന്ത് കിട്ടും? 1 × 3 എന്നാൽ 3, -2 × -2 എന്നാൽ +4, പ്ലസ് 3 × 1 എന്നാൽ 3, 3 + 3 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇതാണ് എ ഡോട്ട് ബി. സോ എ ഡോട്ട് ബി ഈസ് എ സ്കേലാർ. എ ഡോട്ട് ബി ചെയ്താൽ നമുക്ക് എപ്പോഴും ഒരു നമ്പറേ കിട്ടുള്ളൂ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്? വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √1² പ്ലസ് -2² പ്ലസ് 3². -2ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും സെയിം ആണ്. 9 × 4 = 13, 13 × 1 = 14. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ സെയിം തന്നെ വരുന്നു. 3² പ്ലസ് 2² പ്ലസ് 1² √14. ഓക്കെ, 3 ഓക്കെ ആണല്ലോ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഈ കാണുന്ന ആംഗിൾ ബിറ്റ്വീൻ കാണുന്നു. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 10 ആണ്, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാൽ √14 × √14 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ്. √14 × √14 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ 5/7 എന്ന് എഴുതാം. സോ അതിൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. സോ ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ചോദിച്ചാൽ കോസ് തീറ്റ വരെ എഴുതിയാൽ പോരാ, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇൻവേഴ്സ് കൂടി എഴുതണം. തീറ്റ എന്ന് പറഞ്ഞാലാണ് ആംഗിൾ വരുന്നത്. സോ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. 3 ഓക്കെ അല്ലേടാ? 3 ഓക്കെ അല്ലേ? ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. ക്ലാസ്സിലേക്ക് കുട്ടികൾ പല ആൾക്കാരും പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചില കുട്ടികൾ ഓലെ വീട്ടിലേക്ക് വെറുതെ വിളിക്കാൻ പോയപ്പോൾ ഓല എന്താ ചെയ്യാണ്? പഠിക്കുകയാണ് അല്ലേ? അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എക്സാമൊക്കെ ആണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ആൾക്കാർ കളിയാക്കുന്നത് നിങ്ങൾ നോക്കരുത്. കൂട്ടുകാർ വിളിക്കും, ഇനി പഠിക്കുകയാണോ ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയല്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ശരിക്കും എന്തായിരിക്കും? പഠിക്കായിരിക്കും അല്ലേ? അങ്ങനത്തെ ആൾക്കാരാണോ നിങ്ങൾ? ആണെങ്കിൽ നല്ലതെന്ന് പറയാനാട്ടോ. യെസ്, മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. ഇതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതുമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a - b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. a + b ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് a² പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് b² പ്ലസ് 2 × a ഡോട്ട് ബി. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് a - b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a² പ്ലസ്
മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ മൈനസ് 2 ടൈംസ് എ ഡോട്ട് ബി. ഈ ഇക്വേഷൻ രണ്ടാൾ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻ എന്ത് എഴുതി വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ കാരണം എ ഡോട്ട് ബി ആണ് ഇതിലെ മെയിൻ സാധനം. ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരാം, മക്കളെ ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ആ രീതിയിലുള്ള ചോദ്യം. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വൺ വേർഡിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൺ വേർഡിന്റെ ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. ഇതിലിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് കാണില്ല, ഞാൻ തരാം ക്വസ്റ്റ്യൻ, ഞാൻ തരാം കേട്ടോ. ഓക്കെ, ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. Find the magnitude of A minus B if two vectors A and B such that magnitude of A തന്നിട്ടുണ്ട്, magnitude of B തന്നിട്ടുണ്ട്, A dot B തന്നിട്ടുണ്ട്. എന്നിട്ട് magnitude of A minus B എന്താണെന്നാണ് ചോദ്യം. മക്കളെ ഇതുപോലെ വെറും magnitude of A minus B, വെറും magnitude of A plus B നിങ്ങൾ മനസ്സിലേക്ക് ആദ്യം എൻ്റെ ഐഡിയ എന്താണെന്നറിയോ? അതിനെ സ്ക്വയർ ചെയ്യാന്നുള്ളതാണ്. സ്ക്വയറിങ് magnitude of A minus B ഹോൾ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കണം. magnitude of A സ്ക്വയർ പ്ലസ് അതായത് A minus B ഹോൾ സ്ക്വയർ തന്നെ 2 ടൈംസ് A dot B. അത് വേറെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3, 3ൻ്റെ സ്ക്വയർ 9 ആണ്. മൈനസ് 2 ടൈംസ് എ ഡോട്ട് ബി 2 × 4 ആണ്. 9 4 13, 13ന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും. നമ്മളോട് ചോദിച്ചത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ആണ്, എ മൈനസ് ബി സ്ക്വയർ അല്ല. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും ആൻസർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി എന്തായിരിക്കും ആൻസർ? ഇത് മാഗ്നിറ്റ്യൂഡ്, ഇത് എക്സാം ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു √5 ആണ്. ECPC. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ചോദ്യം കണ്ട ആരും പേടിക്കുകയൊന്നും ചെയ്യരുത്. ഇത് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരും. CBSEയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇക്വേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും ഉണ്ട്, അതേപോലെ തന്നെ അതിൽ തന്നെ ഒരു ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷനാണ്. അത് 3 വെക്ടറുകൾ തന്നു, എയും ബിയും സിയും തന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. ഈ കാണുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി ഡോട്ട് സി, എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടിയാണ്. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യനുമാണ്. എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഇത് ഓർമ്മയുണ്ട്. ഇക്വേഷൻ നോർമൽ ആക്കാറെന്ന് പുഞ്ചിരിക്കോ? ഇക്വേഷൻ നോർമൽ ആക്കാറെന്ന് പുഞ്ചിരിക്കോ? സോ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചോദ്യം വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി സി ആർ യൂണിറ്റ് വെക്ടേഴ്സ്, 3 യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 0 സ്ക്വയർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ 0ൻ്റെ സ്ക്വയർ 0 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഇത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ അല്ല. ടഫുള്ള ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാൻ പോവാണ്, അതുകൊണ്ട് എല്ലാവരും കേട്ടിരിക്കാം. ഇത് പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 × ഈ കാണുന്ന മുഴുവൻ ടൈമിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു വിചാരിച്ചു, 2x. ഇനിയിപ്പോൾ അത് പ്രശ്നമാവും. സാർ അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ കൂടിയില്ലേ, സങ്കടമാവില്ലെങ്കിൽ. യെസ്, അങ്ങനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം +3 അങ്ങോട്ട് കൊണ്ടാൽ എന്ത് കിട്ടി? -3 കിട്ടി. +3 കൊണ്ടാൽ -3 പ്ലസ് ഇൻറ്റു 2 കൊണ്ടാൽ /2. സോ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു +3 കൊണ്ടാൽ -3
ഇൻറ്റു 2 കൊണ്ടാൽ ബൈ 2. സോ -3/2 ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ സ്പെയിൽ ഇടാൻ പറ്റുമോ? ഇപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വേറെ തരാറുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഒരു നമ്പർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വേറെ നമ്പർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വേറെ നമ്പറൊക്കെ വെച്ചിട്ട് ഇതേ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ കൊടുത്താൽ മതി, വേറൊരു പണിയില്ല. ഈ രീതിയിൽ ചോദ്യം വന്നാൽ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ഫയർ ഇമോജി ഇട്ടെ. ഈ രീതിയിൽ ചോദ്യം വന്നാൽ യെസ് സാർ ഐ ക്യാൻ എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഫയർ ഇമോജി ഇട്ടെ. എന്നാൽ ഇതേ ടോപ്പിക്കിൽ നിന്ന്, സെയിം ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ലാത്ത, എന്നാൽ CBSE ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന, എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്കും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ. നല്ല കിടിലം ക്വസ്റ്റ്യനാണ്, നല്ലൊരു അടിപൊളി ചോദ്യം. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതല്ല, സോറി, ഇതിലേക്ക് നമുക്ക് വരാം. ഈ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച, ഈ ടോപ്പിക് നിങ്ങൾ പഠിച്ചാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊന്ന് ചുവന്ന ആലോചിച്ചാൽ പറ്റും. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൽ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. സോ ഈ രീതിയിൽ ചോദ്യം വന്നാൽ മക്കളെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്, നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ a + b + c = 0, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ തന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി തന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് സി തന്നു. എന്നിട്ട് നമ്മൾ ചോദിച്ചത് a.b + b.c + c.a അല്ല. ഇതല്ല നമ്മളോട് ചോദിച്ചത്. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? എയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്താണ്? വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിച്ചത്. സോ നിങ്ങൾ എ ആൻഡ് ബി ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്പർ a + b + c എന്നല്ലേ പറഞ്ഞേ? a + b + c = 0 എന്നല്ലേ പറഞ്ഞേ? a + b + c = 0. എയും ബി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ആ ബിനെ എനെ അങ്ങോട്ട് കൊണ്ടുപോകാം. c = എന്ത് ചെയ്യുക? a - b എന്ന് എഴുതുക. c = a - b. നന്നായിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് പറയുക. c = a - b. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വരേണ്ടത്? c = -a - b. c = -a - b. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ഒരു 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 സ്മൈൽ ഇട്ടേ, എന്തെങ്കിലും ഒരു സ്മൈൽ ഇട്ടേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ എയും ബിയും നമ്മൾ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇനി ബിയും സിയും നമ്മൾ ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? a = -b - c. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? a - b + c = 0 എന്നൊക്കെ തരും. a + b + c = 0 ക്ക് പകരം a - b + c = 0 എന്നൊക്കെ തരും. അപ്പോൾ -b അങ്ങോട്ട് ഉണ്ടായാൽ +b, +c അങ്ങോട്ട് ഉണ്ടായാൽ -c. ഓക്കെ, ഐഡിയ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. സോ -c സ്ക്വയർ = -of a - b അല്ലേ? സോ -of a - b, -of a - b ഹോൾ സ്ക്വയർ, അതായത് a + b ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ നമുക്കറിയാം x × y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? x² y² ആണ് അല്ലേ? അത് x² y². ഇതേപോലെ -1ന്റെ സ്ക്വയർ പ്ലസ് തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ മൈനസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? അത് -3ന്റെ സ്ക്വയറും +3ന്റെ സ്ക്വയറും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഈ മൈനസ് ഇട്ടിട്ടില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? = -1² × a + b ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഐഡിയ ഇതാണ്. -1ന്റെ സ്ക്വയർ × a + b ഹോൾ സ്ക്വയർ. ഓക്കെ ആണ്, ഐഡിയ ക്ലിയർ ആണോ? ആ മൈനസ് എവിടെ പോയെന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ -1 ആണ് ഇത് ശരിക്കും. -1ന്റെ സ്ക്വയർ അതോടൊപ്പം, അതായത് 3 × 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3² × 4² ആണ്. ഈ 4ന്റെ സ്ഥാനത്ത് a + b, അതുകൊണ്ട് a + b ഹോൾ സ്ക്വയർ എടുത്തു. ഈ ചോദിക്കുന്ന ചോദ്യം ചോദിക്കാൻ എത്ര ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ഒരു 5% ചാൻസ്. എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഇത് വരില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സിലബസിലെ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫുൾ മാർക്കും A ഗ്രേഡും A+ വിചാരിക്കുന്ന ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു പോവുക. കാരണം വലിയ പണിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പഠിക്കാമെന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളോട് ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ എനെ ബിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുക. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് c² = സാധാ പോലെ -1ന്റെ സ്ക്വയർ 1 ആണ്. a + b ഹോൾ സ്ക്വയർ എന്താ? a² + b² + 2 × a.b. 2 × a.b. ഞാൻ വീണ്ടും പറയുന്നത് കുറച്ച് ടഫ് കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്ലാസ് കേൾക്കാൻ വന്ന എല്ലാ കുട്ടികളും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ മാക്സിമം വിചാരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, മീഡിയം ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ മീഡിയം ലെവലുള്ള കുട്ടികളും ബേസ് താഴെ ലെവലിലുള്ള കുട്ടികളൊക്കെ ഈ ക്ലാസ് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ.
മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ 49. മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3ന്റെ സ്ക്വയർ 9. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 5ന്റെ സ്ക്വയർ 25 പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എ ഡോട്ട് ബി കിട്ടും. 25 9 34. 49 34 കുറച്ചാൽ എത്രയാ? 49 മൈനസ് 34 ഈക്വൽ ടു 2 ടൈംസ് എ ഡോട്ട് ബി. സോ 49 34 കുറച്ചാൽ 15 ആണ്. 15/2 ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് കമൻറ്റ് ചെയ്ത്. ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് കമൻറ്റ് ചെയ്ത്. ഞാൻ ഈ പറഞ്ഞത് വരെ ഓക്കെ ആണെങ്കിൽ എല്ലാവരും പെർഫെക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ. കൊമേഴ്സിന് ഇത് വരുമെന്ന് വെച്ചാൽ ചാൻസ് വളരെ കുറവാണ്. കൊമേഴ്സുകാർക്ക് ഇത് വരാനുള്ള ചാൻസ് കുറവാട്ടോ. അപ്പോൾ കൊമേഴ്സുകാരും ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ഡോട്ട് ബി അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് തീറ്റയാണ്. നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 15/2. സോ 15/2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 3 × 5. 3 × 5. സോ 15/2 ഡിവൈഡഡ് ബൈ 15. അപ്പം ഈ കാണുന്ന 15 നേരെ മേലോട്ട് പോകും. സോ 15ഉം 15ഉം കട്ട് ചെയ്യാം. സോ 1/2 എന്ന് കിട്ടും. കോസ് തീറ്റ ഈക്വൽ ടു 1/2. മുകളിൽ 1 അടിയിൽ 2 1/2. അങ്ങനെയാണ് തീറ്റ എത്രയ്ക്കടാ? കോസ് തീറ്റ 1/2 ആണ്. തീറ്റ ഈക്വൽ ടു എത്രയായിരിക്കും? π/3 ദാറ്റ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നഷ്ടപ്പെടുത്തേണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഐഡിയ ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം മക്കളെ. ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണെങ്കിൽ എല്ലാ മക്കളും നെക്സ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇനി ഇതേ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് തന്നെ വന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതേ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. ഇതുപോലെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ ഇവിടെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ സ്ക്വയർ ചെയ്യാൻ ശ്രമിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് a + 2 ഇത് ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആട്ടോ. 2b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആദ്യത്തേൻ്റെ സ്ക്വയർ വെക്റ്റർ എന്റെ സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ പ്ലസ് രണ്ടാമത്തേൻ്റെ സ്ക്വയർ 2b ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് a ഡോട്ട് ബി. a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2b. 2 × 2 4. 2 ടൈംസ് a ഡോട്ട് ബി. 2 ടൈംസ് 2 × 2 × a ഡോട്ട് ബി. ഓക്കെ ആണോ? അതായത് ആസ് യൂഷ്വൽ a + 2 + b ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ അതിനെ സ്ക്വയർ ചെയ്യുന്നു. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് a തന്നിട്ട് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 2b ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എന്താടാ? 4b ഹോൾ സ്ക്വയർ ആണ്. ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ 4b സ്ക്വയർ പ്ലസ് 2 × 2 4a ഡോട്ട് ബി. മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് b സ്ക്വയർ പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9 പ്ലസ് 4 ഇൻറ്റു a ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 4. സോ 4a പ്ലസ് 9 4 36 4 × 4 16. സോ 56. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് a + 2b എന്തായിരിക്കടാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് a + 2b ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് a + 2b എന്തായിരിക്കും? √56 ആയിരിക്കും. ഐഡിയ കത്തിയെങ്കിൽ സെറ്റുമസാ. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ചോദിച്ചിട്ടില്ലടാ. ഇവിടെ ഈ കാണുന്ന ചോദ്യത്തിൽ വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a + 2b ചോദിച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. 56ന് 2 എഴുതാം 28, 2 എഴുതാം 14, 2√14 എഴുതാണെങ്കിൽ 2√14. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഈ പറഞ്ഞത് ഓക്കെ ആണ്. ഇതൊന്നും ഞാൻ എക്സാമിൻ്റെ തലേ ദിവസത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യൂല. എക്സാമിൻ്റെ തലേ ദിവസത്തെ ലൈവിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യങ്ങൾ മാത്രമേ, അതായത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതുപോലത്തെ ലൈവുകളിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? വരാൻ സാധ്യതയുള്ളതും വരാൻ സാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള, എന്നാൽ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ചോദ്യങ്ങൾ അടക്കം നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ചില ടഫായിട്ടുള്ള ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ചില കുട്ടികൾ അങ്ങ് ഇറങ്ങിപ്പോകും. കാരണം അവർക്കത് മനസ്സിലാവാനുള്ള തോന്നലാണ്. പക്ഷെ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക. ഇത് ഈസി ആണ് തോന്നുന്ന ആൾക്കാർക്ക് ഒന്ന് ഫയർ ഇമോജി ഇടാൻ പറ്റും. യെസ് സാർ, ഈ കാണുന്ന ചോദ്യം ഈസി ആണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒന്ന് ഫയർ ഇമോജി ഇടാൻ പറ്റുമോ? ഓക്കെ, ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്, അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ് മക്കളെ. പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് രീതിയിലാണ് ചോദ്യം വരിക. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. മക്കളെ ശ്രദ്ധിച്ചോട്ടെ, എങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ കണ്ടുപിടിക്കാം? അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ എന്താണ് പ്രൊജക്ഷൻ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ കാണുന്ന വെക്റ്റർ ബി, ഈ കാണുന്ന വെക്റ്റർ എ.
ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ. ഈ കാണുന്ന വെക്ടർ എൻ്റെ മണ്ടയിൽ നിന്നും തലയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടോർച്ച് എടുത്ത് കുത്തൻ അടിക്കുകയാണ്. അപ്പം അങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, ഒരു ലെങ്ത് ഉണ്ടാവും. ഈ കാണുന്ന ലെങ്ത്തിനെയാണ് പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. അത് ഇത് എ ആണ് അല്ലെങ്കിൽ ഒ, ഈ കാണുന്ന പോയിന്റ് ബി ആണ്, ഇത് മൊത്തത്തിൽ ബി. ഈ കാണുന്ന പോയിന്റ് പി ആണെന്ന് വിചാരിച്ചോ. ഇത് സോ ഒ എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന സമയത്ത് ആ കുത്തനെ വരും. ഇത്രയും നീളത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ഒ മുതൽ ഈ കാണുന്ന പി വരെയുള്ള നീളത്തെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. പ്രൊജക്ഷൻ മക്കളെ എങ്ങനെയാണ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക? ഈ കാണുന്ന റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, ഇത് തീറ്റയാണ്. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ്. ഈ കാണുന്ന ഹൈറ്റ് അഡ്ജസൻറ്റ് പി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. സാധാ റൈറ്റ് ട്രയാങ്കിൾ ആണ്, നമ്മൾ 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രി യൂസ് ചെയ്യുന്നു. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പട്ന്യൂസ് അഥവാ സമീപവശം ബൈ കർണം. എ ഓൺ ബി അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, കോസ് തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമുക്കത് നോട്ട് ചെയ്ത് വെച്ചോളൂ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ് അല്ലേ. ഇതന്നെ നമ്മൾ വൃത്തിയിൽ എഴുതിയാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം ആണ് മക്കളെ, മാറിപ്പോകണ്ട, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ ഞാൻ എവിടെ ചെയ്യുന്നു, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ പ്രൂഫാട്ടെ ഞാൻ പറയുന്നത്, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഈക്വൽ ടുവിൻ്റെ രണ്ട് ഭാഗത്തും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഉണ്ട്, വെട്ടാം. അപ്പോൾ പ്രൊജക്ഷൻ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എന്താ, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊജക്ഷൻ എ ഓൺ ബി എന്താണ് ഇക്വേഷൻ, പ്രൊജക്ഷൻ എ ഓൺ ബി, പ്രൊജക്ഷൻ എ ഓൺ ബി. ഈ രീതിയിലെ ചോദ്യം വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ കാണാൻ ഒരു പണിയില്ല. ഈ കാണുന്ന ക്വസ്റ്റിൻ്റെ പ്രൊജക്ഷൻ എന്താ, പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ 1 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു -1 -3 പ്ലസ് 7 ഇൻറ്റു 8 8 ഇൻറ്റു 7 8 8 64 56. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഏതാണോ ഓൺ വെക്റ്റർ, അതായത് ഈ കാണുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് ഓഫ് 7 സ്ക്വയർ 49 പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 8 സ്ക്വയർ 64. സോ 60 ഡിവൈഡ് ബൈ 56 7 63 63 3 കുറച്ചാൽ 60 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 64 1 65 9 74 10 റൂട്ട് 114. സോ ഇതാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ. ഓക്കെ ആണെങ്കിൽ സെറ്റുമസാ. ഈ പറയുന്നത് ഓക്കെ ആണെങ്കിൽ സെറ്റുമസാ. ഇനി പ്രൊജക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഒരാൾക്ക് ടഫ് ആക്കണം തോന്നുകയാണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോ നിങ്ങൾക്ക് ചോദ്യം ടഫ് ആക്കണം എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ ഇടുന്ന ചോദ്യം ഈ രീതിയിലായിരിക്കും. ഇഫ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്റ്റർ എ ഓൺ ബി ഈസ് 1/3. അതായത് പ്രൊജക്ഷൻ നിങ്ങൾ തന്നു. ഇത് കുറച്ചൊരു ടഫാണ്, കുറച്ച് ആൾക്കാർ ആരും പോവരുത്, കേട്ടിരിക്കുക, കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രൊജക്ഷൻ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇക്വേഷൻ, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി, അതായത് പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി പി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഈക്വൽ ടു 1/3. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കമൻറ്റ് ചെയ്തേ. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ആ 2 ഇക്വേഷനിലാണ് a - b ഹോൾ സ്ക്വയർ നമ്മൾ 2 കാണല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ. ടഫാണ്, വീണ്ടും പറയുന്നു, കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇതൊന്ന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടുന്നു, വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3 അങ്ങോട്ട് കൊണ്ടുവരാം. 3 ഇൻറ്റു p - 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു റൂട്ട് പി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 റൂട്ട് പി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ ആണോ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ ആണോ? അതായത് ഞാൻ എന്താ ചെയ്തത്, ഈ കാരണം പ്രൊജക്ഷൻ നമുക്ക് തന്നു, എന്നിട്ട് രണ്ടാമത്തെ വെക്ടറിൽ പി എന്തെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊജക്ഷൻ എ ഓൺ ബി എന്നാൽ പ്രൊജക്ഷൻ എ ഓൺ ബി എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/3. അതാണ് നമ്മുടെ ഇക്വേഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്.
പ്രൊജക്ഷൻ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു 1/3. അതാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്കറിയാം രണ്ട് ഭാഗത്തും എന്തുണ്ടോ, രണ്ട് ഭാഗത്തും ഇവിടെ റൂട്ട് ഉണ്ട്. അപ്പോൾ റൂട്ടിനെ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. 3 × p - 1 ഹോൾ സ്ക്വയർ 3 × p - 1 ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം ഈക്വൽ ടു √p² + 5 ഹോൾ സ്ക്വയർ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നു, സ്ക്വയറിംഗ് ചെയ്യുന്നു. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ കിട്ടും, 3 × p - 1 ഹോൾ സ്ക്വയർ എന്താ, 3ന്റെ സ്ക്വയർ 9 p - 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ 9 p - 1ന്റെ സ്ക്വയർ ഈക്വൽ ടു റൂട്ടും സ്ക്വയർ വെട്ടിപ്പാൽ p² + 5 കിട്ടും. p² + 5. ഇവിടെ വരെ ഓക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഈ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അതായത് ഈ ടോപ്പിക്കിന് ടഫായിട്ടൊരു ചോദ്യം വരികയാണെങ്കിൽ ഈ ടോപ്പിക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ടഫായിട്ടല്ല എങ്കിൽ സാധാ പോലെ നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, a - b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്നു. ഞാൻ ഇൻറ്റു p - 1 ഹോൾ സ്ക്വയർ p² + 1² - 2 × p × 1 2p. അതായത് a - b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്നു. a - b ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യൽ, a² + b² - 2ab ഈക്വൽ ടു p² + 5. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്താൽ 9p² + 9 × 1² 9 - 18p ഈക്വൽ ടു p² + 5. ഈക്വൽ ടുവിൻ്റെ രണ്ട് ഭാഗത്തുള്ള ടേമുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. p² 9p². അപ്പോൾ 9p² - p² - 18p. 9 ന്ന് 5 കുറച്ചാൽ 9 - 5 4 ഈക്വൽ ടു 0. 9p², അതായത് ഈ കാണുന്ന കംപ്ലീറ്റ് ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 9p² - p², ദാറ്റ് ഈസ് 8p². 8p² - 18p + 4. ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4p² - 9p + 2 ഈക്വൽ ടു 0. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാം? ഈ കാണുന്ന പോയിന്റിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാം പറഞ്ഞേ? ഈ കാണുന്ന പോയിന്റിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? -b ± യൂസ് ചെയ്താൽ മതി. സോ p = -9 ± √b² - 4ac 4 × 4 × 2 / 2a 2 × 4. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 9 ± റൂട്ട് -9ന്റെ സ്ക്വയർ 81 -4 × -4 × -32 / 2 × 4 18. സോ 9 ± 81 32 കുറച്ചാൽ എത്രയാടാ? 81 - 32 49 അല്ലേ? 49 2 51 49 റൂട്ട് 49 ഡിവൈഡ് ബൈ 8. സോ 9 ± 7 ഡിവൈഡ് ബൈ 8 16/8 ഓർ 2/8. സോ പിൻ്റെ വാല്യൂ 2 വാല്യൂ ആണ്. 2 ഓർ 1/2. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് പി. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് പി. ഇതാണ് പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാനും വേണ്ട കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 5% മാത്രമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു മക്കളെ, നിങ്ങൾക്ക് സാധാരണ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ഒരു ആവറേജ് ലെവലിൽ ചോദ്യം വന്നാൽ പോലും ഈ കാണുന്ന ചോദ്യം എന്താക്കില്ല, പരീക്ഷയ്ക്ക് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനി ടഫായിട്ടൊക്കെ വരികയാണെങ്കിലാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരിക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ ഐഡിയ അങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറയാം. 2/8 1/4 ആണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട എന്നാണ് നിങ്ങൾ തോന്നുമെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോ പറയാം. ഇത് നമ്മുടെ സിലബസിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി നോക്കുക, ഈ ചോദ്യം കണ്ട സമയത്ത് കുറേ ആൾക്കാർ പോയി. ഇതാണ് ഈ കാണുന്ന ചോദ്യത്തിൻ്റെ പ്രത്യേകത. ഇതുപോലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരങ്ങ് പോകും. നല്ല ചോദ്യങ്ങൾ ആർക്കും ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയല്ലേ നമ്മളെ കേരളക്കാർക്ക് ക്വാളിറ്റി ഉള്ള മക്കളെ കിട്ടുക? യെസ് മക്കളെ, നിങ്ങളാണ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാവേണ്ടത് കേട്ടോ. പരീക്ഷയ്ക്ക് വരുന്ന തന്നെ നോക്കി പഠിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനുള്ള എപ്പോഴും സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. പരീക്ഷയ്ക്ക് ആകെ 20 ക്വസ്റ്റ്യൻസ് സെറ്റാണ് വരിക. ആ 20 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്?
നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കി, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ? ഇൻറ്റഗ്രേഷനിൽ മാത്രമായിട്ട് 10-300 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിലുണ്ട് 10-100 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 300-350 ഒരു 700-800ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ +2 മാത്സിൽ മാത്രമായിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 10-800 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏകദേശം 1600 ക്വസ്റ്റ്യൻസ്. ഒരു പക്ഷേ ഈ ക്ലാസ് കാണുന്ന പല കുട്ടികളും ഇത്രയും ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത്. പക്ഷേ അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണം എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഈ പറയുന്ന 1000-1500 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടിയും ഈ പറയുന്ന 10-30 ക്വസ്റ്റ്യൻസ് തലേ ദിവസത്തെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് അതേ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നുകൊണ്ട് ആ കുട്ടിയേക്കാൾ ചിലപ്പോൾ മാർക്ക് വാങ്ങുന്ന കുട്ടിയും തമ്മിലുള്ള ക്വാളിറ്റി എത്ര ഡിഫറൻസ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേവലം മാർക്കിന് വേണ്ടി മാത്രം പഠിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കിനേക്കാളൊക്കെ അപ്പുറമാണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനി വേണ്ട ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വേണ്ട എന്ന് തോന്നുന്ന ആൾക്കാർ ഞാൻ ആ പറയുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാനായിട്ട് വീണ്ടും വന്നാൽ മതി കേട്ടോ. ഓക്കെ, കാരണം എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് മക്കൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. സോ അവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ മക്കളെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. ടോപ്പിക്ക് മറ്റൊന്നല്ല, വെക്റ്റർ അഡീഷൻ ഇൻ ട്രയാങ്കിൾ ആൻഡ് പാരലോഗ്രാം. വെക്റ്റർ അഡീഷൻ ഇൻ ട്രയാങ്കിൾ ആൻഡ് പാരലോഗ്രാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഐഡിയ ആണ്. ഇതെല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് മാത്രമാണ് ആൻസർ ചെയ്യാൻ പറ്റുക. എല്ലാവരും ശ്രദ്ധിച്ചോ, കോൺസെപ്റ്റിലൂടെ കടന്നു പോവുകയാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു പാരലലോഗ്രാം തന്നു. പൊതുവെ പാരലോഗ്രാം തന്നാൽ ഈ കാണുന്ന ഡയറക്ഷൻ, ഈ കാണുന്ന ഡയറക്ഷൻ, ഈ കാണുന്ന ഡയറക്ഷൻ ആൻഡ് ഈ കാണുന്ന ഡയറക്ഷനാണ് ഇതിൻ്റെ ഡയഗണൽ ഉണ്ടാവാറുള്ളത്. ജനറലായിട്ട് നമ്മൾ പാരലോഗ്രാം ഡയഗണലായിട്ട് എടുക്കുന്നത് BDയും അതേപോലെ AC-യുമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ചോദ്യം ഇങ്ങനെയാണ്, ഇൻ ദ ഫിഗർ ABCD ഈസ് എ പാരലോഗ്രാം. ABCD എന്ന് പറഞ്ഞ ഒരു പാരലലോഗ്രാമാണ്. AB എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ടുണ്ട്, അതായത് ഈ കാണുന്ന വെക്ടർ തന്നിട്ടുണ്ട്. AD എന്ന് പറഞ്ഞ വെക്ടർ, ഈ കാണുന്ന വെക്ടർ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കാണാൻ AC എന്ന് പറയുന്ന വെക്ടർ കാണാൻ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. വാട്ട് ഈസ് AC? AC എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്, ഈ കാണുന്ന ഡയഗണലാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഈ കാണുന്ന വെക്ടറും ഈ കാണുന്ന വെക്ടറും സെയിം ആണ്. ഇതിൻ്റെ ഫ്രീ വെക്ടർ എന്നാ പറയാം. ഈ കാണുന്ന വെക്ടറിന് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടേക്ക് വെക്കുന്നു. സോ ഇത് ഫ്രീ വെക്ടറാണ്. ADയും BCയും ഈക്വൽ ആണ്. സോ ഈ കാണുന്ന വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, I + J + 2K. അത് AB + BC = AC ആണ്. AB + BC = AC. AB എന്ന് പറയുന്ന വെക്ടറും BC എന്ന് പറയുന്ന വെക്ടറും AC എന്ന് പറയുന്ന വെക്ടറിന് ഈക്വൽ ആണ്. അതായത് ഒരാൾ യാത്ര ചെയ്യാണ്, യാത്ര ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോകുന്നതും അയാൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതും എന്താണ്, സെയിം ആണ്. സോ AB + BC = AC. അപ്പോൾ AC കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ABയും BCയും കൂടി ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ AD എന്ന് പറയുന്ന വെക്ടറും BC എന്ന് പറയുന്ന വെക്ടറും ഈക്വൽ വെക്ടേഴ്സാണ്. രണ്ടും ഈക്വൽ ആയിട്ടുള്ള വെക്ടറുകളാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, AB എന്ന് പറയുന്ന വെക്ടർ എന്താണ്, 3I - J + 2K. അല്ലെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് ഇവിടെ എഴുതിയാൽ പോരെ. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്തായി, ആൻസറായി 3 + 1 4 -1 + 1 0 2 + 2 4. സോ ഇതാണ് AB + BC. സോ ഇത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്ത്, ഈ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ എല്ലാവരും നെക്സ്റ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് AC വെക്ടർ. എന്നാൽ എന്താണ് DB വെക്ടർ? വാട്ട് ഈസ് DB വെക്ടർ? DB വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? DB വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരാൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതും ഈ കാണുന്ന യാത്രയ്ക്ക് ഈക്വൽ ആണ്. ഡയറക്ഷൻ നോക്കിയാൽ മതി. ഒരാൾ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകുന്നതും എന്താണ്, ഈ കാണുന്ന വെക്ടറിന് ഈക്വൽ ആണ്. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. AD വെക്ടർ + DB വെക്ടർ = AB വെക്ടർ ആണല്ലോ. അതിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ പോകാം. ഇവിടെ പോയിട്ട് ഇവിടെ പോകുന്നതും ഇവിടേക്ക് പോകുന്നതും സെയിം ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് DB വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. DB വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? DB വെക്ടർ എന്ന് പറഞ്ഞാൽ AB - AD ചെയ്താൽ മതി. ABയിൽ നിന്ന് AD അങ്ങ് കുറയ്ക്കുക, AB - AD. സോ ഡയറക്റ്റ് ആയിട്ട് വെക്ടറുകൾ കുറയ്ക്കാൻ പറഞ്ഞതിന് പകരം ഈ കാണുന്ന വെക്ടർ അഡിഷൻ ഇൻ പാരലോഗ്രാം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. AB എന്ന് പറയുന്ന വെക്ടർ AD കുറയ്ക്കുക. സോ 3 1 കുറച്ചാൽ 2 -1 - 1 -2 2 - 2 0. സോ ഇതാണ് DB എന്ന് പറഞ്ഞ വെക്ടർ. ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ.